സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 9 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കോട്ടയം, ഇടുക്കി, കോഴിക്കോട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 9 ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ് നൽകിയത്. ഇതിന്റെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും മാനസയാണ് ചേരുന്നത്. മാനസ, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ തലസ്ഥാനത്ത് മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പൊതുവെ കേരളത്തിന്റെ കാലാവസ്ഥ എന്താണ്? കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പിൽ പറയുന്നത് എന്താണ്? സംസ്ഥാനത്ത് വ്യാപകമായ മഴ തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും അതോടൊപ്പം തന്നെ 9 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പാലക്കാട്, തൃശൂർ ഒഴികെയുള്ള 9 ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ വ്യാപകമായ മഴ ലഭിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും അതോടൊപ്പം തന്നെ കടലോര യാത്രകൾക്കുമുള്ള വിലക്ക് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അറിയിച്ചിരുന്നു. ഏതായാലും ഇത്തരത്തിൽ തന്നെയായിരിക്കും മറ്റ് ജില്ലകളിലും ഈ ഒരു അലർട്ട് പ്രഖ്യാപിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മറ്റ് ജില്ലകളിലും ഇതേപോലെ നിരോധനം ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ കടക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത എന്ന് പറയുന്നുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റും പറയുന്നുണ്ട്. അതുകൊണ്ട് പൊതുജനങ്ങൾ അതീവ ജാഗ്രതയോടെ മുന്നോട്ട് പോയേ മതിയാവൂ എന്നാണ്. മാത്രമല്ല, യെല്ലോ അലർട്ട് ആണ് ചില ജില്ലകളിൽ പ്രഖ്യാപിച്ചത് എങ്കിൽ കൂടിയും ഓറഞ്ച് അലർട്ടിന് സമാനമായ രീതിയിലായിരിക്കാം മഴ ലഭിക്കുന്നത് എന്ന മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് മഴയുടെ തീവ്രത കൂടുന്നതിനനുസരിച്ച് അധികൃതരോട് അറിയിക്കണം. നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ട സാഹചര്യം വന്നാൽ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന മുന്നറിയിപ്പുണ്ട്. അതോടൊപ്പം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള കാറ്റ് വീശിയേക്കാവുന്ന നിർദ്ദേശം ഉള്ളതിനാൽ തന്നെ മലയോര മേഖലകളിലും അതീവ ജാഗ്രതയോടെ മുന്നോട്ട് പോയേ മതിയാകൂ. ഈ മണിക്കൂറിൽ ചില സമയങ്ങളിൽ കുറഞ്ഞ മണിക്കൂറിൽ കൂടുതൽ മഴ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതും റിപ്പോർട്ട് ചെയ്യണം. അത്തരം ഇടങ്ങളിൽ നിന്നും മാറി താമസിക്കേണ്ട സാഹചര്യം വരും. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി ഇത്തരം ഈ ഒരു ചെറിയ സ്ഥലങ്ങളൊക്കെയാണെങ്കിൽ, വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സ്ഥലങ്ങളൊക്കെയാണെങ്കിൽ ആ ഒരു പരിസരം അറിയുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ അധികൃതരെ അറിയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്ന അറിയിപ്പും നൽകിയിട്ടുണ്ട്. ഏതായാലും തീരപ്രദേശത്തും നിലവിൽ ജാഗ്രതാ മുന്നറിയിപ്പ് തന്നെയാണ്. കള്ളക്കടൽ പ്രതിഭാസമുണ്ട്, ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് എന്ന് അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തീരദേശവാസികളോടും ജാഗ്രതയോടെ മുന്നോട്ട് പോകാനാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ലക്ഷദ്വീപ്, കേരള, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്കും തുടരുകയാണ്. നിലവിൽ ലഭിക്കുന്ന ഈ മഴ ഓഗസ്റ്റ് പകുതിയോടെ തുടങ്ങി സെപ്റ്റംബർ അവസാനം വരെ ഇത്തരത്തിൽ മഴ സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിൽ കൂടുതലും വടക്കൻ ജില്ലകളിലായിരിക്കും മഴ ശക്തമായി തുടരുക എന്ന മുന്നറിയിപ്പും നേരത്തെ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു. അതിന് സമാന രീതിയിൽ തന്നെയാണ് അലർട്ടുകളും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ കൂടിയും കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തെക്കൻ ജില്ലകളിൽ നല്ല രീതിയിൽ മഴ ലഭിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഇത് നിലവിൽ ഈ വടക്കൻ കർണാടകയ്ക്കും തെലുങ്കാനയ്ക്കും മുകളിലായി ചക്രവാത ചുഴിയും അതോടൊപ്പം തന്നെ തമിഴ്നാടിന് മുകളിലായി ന്യൂനമർദ്ദപാത്തിയും നിലകൊള്ളുന്നുണ്ട്. ഇതിന്റെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് വ്യാപക മഴ ലഭിക്കുന്നത്. ഒരുപക്ഷെ വ്യാപകമായ ശക്തമായ മഴ ഇല്ല എങ്കിൽ കൂടിയും ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ രീതിയിലുള്ള മഴയോ അതോടൊപ്പം തന്നെ മിതമായ രീതിയിലുള്ള മഴയോ ലഭിച്ചേക്കാമെന്ന മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പ് നൽകുന്നു. ശരി മാനസ, ഏതായാലും സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് മുന്നറിയിപ്പുകളും ഇതിന്റെ അടിസ്ഥാനത്തിൽ നൽകിയിട്ടുണ്ട്.